ഡോക്ടർ ജിഷ്ണു, എന്താണ് ഇത്ര ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് അഫാനെ നയിക്കുന്നത്? കാരണം എല്ലാവരും തനിക്ക് പ്രിയപ്പെട്ടവരാണ്. അത്രമേൽ പ്രിയപ്പെട്ടവരെ ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടത്താൻ എങ്ങനെയാണ് ഒരു മനുഷ്യന്, പ്രത്യേകിച്ച് 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിന് സാധിക്കുന്നത്? ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ ഒരു പെർട്ടിക്കുലർ കേസിനെ കുറിച്ച് അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പരിശോധിക്കാത്ത ഒരു വ്യക്തിയുടെ മാനസിക നിലയെക്കുറിച്ച് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. പക്ഷേ നമ്മുടെ ഈ ടോപ്പിക് യുവത്വത്തിന് സമനില തെറ്റുന്നുവോ എന്നുള്ള ടോപ്പിക്കിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ വളരെ കാര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഒന്നാമത്തേത്, ഈ കൊലപാതകത്തിന് പ്രായം എന്നുള്ളത് ഒരു ഘടകമല്ല. 23 വയസ്സ്. രണ്ടാമത്തെ കാര്യം, ഈ കൊല ചെയ്യപ്പെട്ട വ്യക്തികൾ ഇദ്ദേഹത്തിന്റെ വളരെ അടുത്ത റിലേറ്റീവ്സ് അല്ലെങ്കിൽ തന്നെ ജീവനതുല്യം സ്നേഹിക്കുന്ന സുഹൃത്ത് ഇവരായി എന്നുള്ളത് കൊണ്ട് കൊലപാതകം നടക്കില്ല എന്നുള്ള ഹൈപ്പോത്തിസിസ് നമുക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇവിടെ നാം എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ ശ്രദ്ധിച്ചാൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കമന്റ് മാനസിക രോഗത്തിന്റെ സാധ്യതയെക്കുറിച്ചാണ്. രണ്ടാമത്തത് ലഹരിയുടെ സാധ്യതയെക്കുറിച്ച്. ഇത് രണ്ടും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എങ്കിലും അത് അതുപോലെ ഉൾക്കൊള്ളാനും സാധിക്കില്ല. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടെന്ന് തുടങ്ങാം. ഈ വ്യക്തിക്ക് ഒരു മാനസിക രോഗം ഉണ്ട് എന്ന് തന്നെ കരുതുക. ആ ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള വിധി പ്രഖ്യാപിക്കാൻ നമ്മൾ ആരും ഇപ്പോൾ പ്രാപ്തരല്ല, അതിന് യോഗ്യരുമല്ല. കാരണം അതിന് നിയമത്തിന്റെ അതിൻ്റെതായ വ്യവസ്ഥതയുണ്ട്, അത് തുടരട്ടെ. പക്ഷെ ഉണ്ടെങ്കിൽ പോലും മക്നോട്ടൻസ് റൂൾ എന്നൊരു സംഗതിയുണ്ട്. അത് ബ്രിട്ടനിൽ മുൻപ് 1800-കളിൽ മക്നോട്ടൺ എന്നൊരു വ്യക്തി അവിടെ ജീവിച്ചിരുന്നു. അദ്ദേഹം ഒരു ഡെല്യൂഷൻ, മിഥ്യാധാരണയുടെ പുറത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റോബർട്ട് പീലിനെ ടാർഗറ്റ് ചെയ്ത് ഒരു വ്യക്തിയെ കൊന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ മാനസിക പ്രശ്നങ്ങളും കൊലപാതകവും അവരുടെ ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി ഓഫ് മെന്റലി ഇൽ പേഴ്സൺസ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ് നമ്മുടെ IPC. ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയാണ് എങ്കിലും IPC 84. അതായത് ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ആ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് വ്യക്തമായി ശ്രദ്ധിക്കണം, ചെയ്യുന്ന സമയത്ത്, അതിന് മുൻപോ അതിന് ശേഷമോ അല്ല, ഈ മാനസിക രോഗം ഉണ്ടെങ്കിൽ തന്നെ ആ മാനസിക രോഗം കാരണം താൻ ചെയ്യുന്നത് തെറ്റോ അല്ലെങ്കിൽ നിയമവിരുദ്ധമാണെന്ന് ഈ വ്യക്തിക്ക് അറിയാതിരുന്നാൽ മാത്രമാണ് ആ വ്യക്തിക്ക് ഈ മാനസിക രോഗം എന്നുള്ളത് കുറ്റകൃത്യത്തിന് ഒരു എക്സ്ക്യൂസ് ആയിട്ട് കരുതുക, നിയമവ്യവസ്ഥ കണക്കാക്കുക. അതല്ലെങ്കിൽ യാതൊരു കാരണവശാലും മാനസിക രോഗം എന്നുള്ളത് ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഒരു എക്സ്ക്യൂസ് അല്ല. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഏറ്റവും അധികം വിവേചനം നേരിടുന്ന വ്യക്തികളാണ് മാനസിക രോഗികൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനാലിറ്റി ഈസ് ഈക്വൽ ടു സൈക്യാട്രിക് ഇൽനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശാസ്ത്രലോകം നിരവധിയായിട്ടുള്ള പഠനങ്ങൾ ഇതിൽ നടത്തിയിട്ടുണ്ട്. അതിൽ ആവർത്തിച്ചുള്ള പഠനങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം, മറ്റുള്ളവരെ അപേക്ഷിച്ച്, മാനസിക രോഗമില്ലാത്തവരെ അപേക്ഷിച്ച് മാനസിക രോഗമുള്ളവർ ക്രൈംസ് കൂടുതലായിട്ട് ചെയ്യുന്നു എന്നുള്ള തെറ്റായിട്ടുള്ള ഒരു സങ്കല്പമാണ്. നമ്മുടെ ചലച്ചിത്രങ്ങളിലൊക്കെ ഉണ്ടാകും ഒരുപക്ഷെ ചിത്തഭ്രമം ബാധിച്ച അല്ലെങ്കിൽ സ്കിറ്റ്സോഫ്രീനിയ ബാധിച്ച ഒരു വ്യക്തി നിരന്തരമായി കൊലപാതകം ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. വ്യക്തിത്വ വൈകല്യം അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടവർ ഇവർ ചെയ്യുന്ന ക്രൈംസ് മാനസിക രോഗം ഇല്ലാത്തവരെ അപേക്ഷിച്ച് കൂടുതലാണ്, അല്ലാത്തതൊന്നും കൂടുതലല്ല. അപ്പോൾ ഇതിലെ മാനസിക രോഗം എന്നുള്ള ഘടകം മാറ്റി നിർത്തിയാൽ രണ്ടാമത്തേത്, ഈ വ്യക്തി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇല്ലെന്നും ഒക്കെയുള്ള വാദങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ അവിടെ ലഹരിയുടെ പ്രാധാന്യം, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വൈഡർ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ലഹരി നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ ചെയ്യുന്നത്? നമ്മുടെ ഈ എവിടെ എന്ത് ചെയ്യരുത്, എവിടെ എങ്ങനെ പെരുമാറണമെന്ന് നമ്മെ തീരുമാനിക്കാൻ സഹായിക്കുന്ന ഘടകം തലച്ചോറിന്റെ മുൻഭാഗമാണ്. കൃത്യമായി പറഞ്ഞാൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, അതായത് നമ്മുടെ തലച്ചോറിന്റെ ബ്രേക്ക്. അപ്പൊ ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിന്റെ ബ്രേക്ക് നഷ്ടപ്പെടുകയാണ്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഫ്രസ്ട്രേഷൻസ് അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാവും, അല്ലെ? നമ്മളിപ്പോ നഗരങ്ങളിലൊക്കെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രാഫിക്കിലേക്ക് ഇറങ്ങിയാൽ തന്നെ പലരും നിയമം തെറ്റിച്ചു പോകുന്നു, ഓവർടേക്ക് ചെയ്യുന്നു, സിഗ്നലുകളെ മാനിക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ ചിലപ്പോഴൊക്കെ ചുമരിലൊക്കെ ഇടിച്ച് ഇങ്ങനെ ഫ്രസ്ട്രേഷൻ കാണിക്കൂലേ. പക്ഷേ അവിടെയാണ് ഈ വ്യത്യാസം. നമ്മൾ ചുമരിൽ കൈകൊണ്ടിടിച്ച് അല്ലെങ്കിൽ മനസ്സിൽ പുറമെ രണ്ട് ചീത്ത വിളിച്ച് ഒതുക്കുന്ന കാര്യം, ആ ഫ്രസ്ട്രേഷനെ നിയന്ത്രിക്കാൻ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് സാധിക്കാതെ വരും. കാരണം അവന്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, ജഡ്ജ്മെന്റ്, വരും വരായികളെ കുറിച്ച് ഓർക്കാതെ എടുത്തു ചാടിയുള്ള പ്രവർത്തനം, ജഡ്ജ്മെന്റ് തീർച്ചയായും ഈ ലഹരി ഇല്ലാതാക്കും. അപ്പൊ ലഹരി എന്നുള്ളത് ഇവിടെ ഒരു ഘടകമായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ലഹരി ഉണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഡോക്ടർ ജിഷ്ണു, ഞാൻ അതിലേക്ക് എത്താം. അതിനു മുൻപ് പ്രാഥമികമായുള്ള ചില വിലയിരുത്തലുകളാണല്ലോ